ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോളോ ഗെയിമിംഗ്. അപ്പം നമ്മൾ ഇന്ന് ലോറിയാണ് എടുത്തേക്കുന്നത്. എന്നാന്ന് വെച്ചാൽ നമുക്ക് ലോഡ് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ എന്നാണ്ട് ഗുജറാത്തിലെ ഒരു വണ്ടിയാണ്. പിന്നെ കേരള ഡ്രൈവേഴ്സ് കുറേ പേര് ഓടിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കൂടെ കിളിയുണ്ട്. പക്ഷെ പുള്ളി പിന്നെ ഗുജറാത്തിലെയാണ് വീട്, പക്ഷെ മലയാളം അത്യാവശ്യം നന്നായിട്ട് അറിയാം. അപ്പം നമ്മൾ ആ പുള്ളിയുടെ കൂടെയാണ് പോണേ. അപ്പം ഇന്ന് നമുക്ക് ലോഡ് ഇറക്കേണ്ടത് ഇവിടെ ഏതോ ഒരു മലയുടെ മേളിൽ നിന്ന് താഴെ ഇറങ്ങി അവിടെ നിന്ന് വേറെ സ്ഥലത്ത് കയറി ഒരു മല കയറണം, എന്നിട്ട് കൊണ്ടുപോയി ലോഡ് ഇറക്കണം. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, ഒന്ന് ചെയ്തേക്കുക ഗൈസ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് ലോഡ് ഇറക്കാൻ. വണ്ടി കൊള്ളാല്ലേ ഗൈസ്? അയ്യാ, ഞാൻ എന്തൊന്നും ചെയ്ത് റോഡിന്റെ വെളിയിൽ കൂടെ ഓടിച്ചു. പക്ഷെ വായത്തിന് വണ്ടി അവിടെ മറിഞ്ഞില്ല. ചെറിയ കുഴി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഇതിലാണ് പോകേണ്ടത്, മാപ്പിൽ കാണിക്കുന്നില്ലാണ് പോകേണ്ടത്. അയ്യോ, ഇത് ഇളകുന്ന വണ്ടി. അപ്പം നമുക്കിന്ന് പെട്ടെന്ന് ഇതൊക്കെ ചെയ്യണം. എന്നുവെച്ചാൽ ടൈമില്ല. വൈകുന്നേരം രാത്രി ആകുന്നതിന് മുന്നേ പണി നടത്തണം നമുക്ക്. അതാണ് എൻ്റെ പ്ലാൻ. രാത്രി ആയാൽ പിന്നെ തീർന്നു. പിന്നെ തിരിച്ചു വേണമെങ്കിൽ കുറേ നേരം എടുക്കും. എന്നുവെച്ചാൽ കുറച്ച് ദൂരമുണ്ട് അധികം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സെക്കൻഡ് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ബ്രേക്ക് എടുത്തിട്ട് പോയേക്കാം. ഇവിടെ നിർത്തി കയറ്റി നിർത്താം ഗൈസ്. ഇവിടെ വേണ്ട, ഇവിടെ നിർത്തിയിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, കുറച്ച് നമ്മൾ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാം. ഏതാണെങ്കിലും നേരത്തെ ഉണ്ടാക്കിട്ട് ഓക്കെ, അതൊന്നും അല്ല നമ്മുടെ കാര്യം. നമുക്ക് ലോഡ് ഇറക്കാൻ പോകണം. വണ്ടി ഇച്ചിരി ആട് നിൽക്കുന്നുണ്ടല്ലോ, മതിയോ? ഓവർലോഡാ അറിയത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എന്നോട് വില കൂടിയ സാധനമാണെന്ന് മാത്രം എനിക്കറിയാം. അത് എന്നാന്ന് എന്നോട് ചോദിക്കില്ലേ. ആ സംഭവം ഇറക്കുവാണെങ്കിൽ 1,00,000 കിട്ടുമെന്നൊക്കെയാണ് ഈ പുള്ളി പറയണേ. അറിയത്തില്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി എടുത്തത്. അല്ലാണ്ട് എനിക്കിഷ്ടം അല്ലെന്ന് പറയാൻ എനിക്ക് പറ്റൂല. ഞാൻ വണ്ടി പ്രേമിയാണ്, അതുകൊണ്ട് ഞാനിതൊക്കെ ഓടിക്കും. 1 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ഓടിക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിക്കാൻ. എനിക്ക് നല്ല രസം ഇതൊക്കെ ഓടിച്ചോണ്ട് പോകാൻ. മഴ പെയ്യുന്നു ഗൈസ്, മഴ പെയ്യുന്നു. ഇവിടെ നിന്ന് എൻ്റെ ഇവിടെ ഇത്ര ആഴ്ചയിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. വളവിൽ ഓർത്താക്കി ഇതിലെയാണ് പോകേണ്ടത്. അതിലേ അല്ല, ഇതിലേ കയറി പോകണം. ഇതിലെ വണ്ടിയൊന്നും പോവില്ല. വണ്ടിയൊക്കെ വന്നുണ്ട്. ഞാൻ വിചാരിച്ച ഇടയില്ല. നമ്മുടെ വണ്ടി ഇച്ചിരി വലിയ വണ്ടിയാണ്. ഞാൻ തന്നു. അവിടെ ആ പോസ്റ്റ് ഇടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒതുക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷെ നമ്മൾ ഒതുക്കുന്നില്ല. നമ്മൾ നേരത്തെ അവിടെ നിർത്തിയിട്ടിട്ടാണ് ഇന്ന് പോകുന്നത്. ഓക്കെ, ഇത് മറ്റേ ഇതിൻ്റെ അകത്തുള്ള ലോഡ് സിവിൻ്റെ പാക്കറ്റിൻ്റെ അകത്തിനാണ്ട് പോലെയൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്നത്. അയ്യാ, ലോഡ് കാണുകാരോ. എന്നാൽ ബ്രേക്ക് പിടിച്ചോടെ നിങ്ങൾക്ക്. നേരെ ഒന്ന് ഇടിച്ച് കയറ്റി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്നാ ഒരു ഇംഗ്ലീഷ് ബസ്സിൻ്റെ പേരൊക്കെ വായിച്ചു. അത് തമാശയായിരുന്നു. ഇഷ്ടം നല്ല തമാശയ്ക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്.
എന്നാ വെച്ചാൽ വീടെടുക്കുമ്പോൾ ഒരു ഫണ്ണൊക്കെ വേണ്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ. സത്യം പറഞ്ഞാൽ എനിക്കത് വായിക്കാനൊക്കെ അറിയാം, ഞാൻ ചുമ്മാ ഒരു ദിവസത്തിന് അങ്ങനെ തെറ്റിച്ച് പറഞ്ഞു എന്നുവെച്ചാൽ ഒരു ഫണ്ണ് ഇത്ര തന്നെ. അയ്യോ ഞാൻ എന്തിനാ വൈപ്പറിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തേ. ഇവിടെ ഇങ്ങനെ ഈ ബസ്സൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ, ഞാൻ ഈ സൈഡ് വഴി എടുത്തെന്ന് വെച്ചാൽ അപ്പൊ തിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്, അവിടെ ആ വണ്ടിയിൽ ഇടിക്കും. അതാണ് എടാ ചെറുക്കന്മാരെ ഇവിടെ എനിക്ക് തിരിക്കാൻ പറ്റില്ല ഇങ്ങനെ. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്, നല്ല വണ്ടി. എനിക്ക് എൻജിൻ പവറൊന്നും ഇല്ലെങ്കിലും വണ്ടി കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. വണ്ടി ഇടിച്ച് എൻ്റെ തൊട്ടടുത്തൊന്ന് പോണ വണ്ടിയാ എൻ്റെ വണ്ടി. ഓക്കെ ഇനി നമുക്ക് ഇതിലേ പോണം. ചാടി അവിടെ എൻ്റെ പൊന്നി ചാടുന്നു. ഓ ഗൈസ്, ഓ ഞാൻ റോങ് വേ പോയി അറിയാണ്ട്. നമ്മൾ പിന്നോണ്ട് പകുതി മുക്കാൻ വണ്ടി ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും വലിയ വണ്ടിയല്ലേ, അതുകൊണ്ടാണ്. ഓ ആ ടൊയോട്ടയുടെ ആ വണ്ടീനെ ഇപ്പം ഞാൻ ഇടിച്ച് കുടിച്ച. അല്ല ടൊയോട്ടയുടെ അല്ലല്ലോ, ലാൻസറിൻ്റെ പജീറോ, ആ വണ്ടീനെ ഇപ്പം ഇടിച്ച് ഞാൻ പരത്തിയ. ഓക്കെ ഓക്കെ ഇനി ഇവിടെ നമുക്ക് മെയിൻ റോഡാണ്. ഓ ഈ വണ്ടി തിരിഞ്ഞു കിട്ടാൻ നല്ല പണിയുണ്ട് കേട്ടോ ഗൈസ്. കാണുന്ന പോലെ അല്ല, ഇത് നന്നായിട്ട് പാടുണ്ട് തിരിക്കാൻ. ഇതെങ്ങനെ തിരിക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ഇല്ലേ താഴെ ഇറങ്ങണം മലയുടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇല്ലാണ് നമുക്ക് പോകേണ്ടത്, താഴത്തോട്ട്. ഓക്കെ അവിടെ ഒന്നും ഇടിക്കല്ലേ, സോറി. ഇവർക്ക് കണ്ണുണ്ടോ, ഇങ്ങോട്ട് വന്ന് ഇടിക്കുവന്നേ. എന്നിട്ടാണ് എൻ്റെ ആയിട്ട് കുട്ടി. ഓക്കെ ഇനി നമുക്ക് മറ്റേ ഹെയർ പിൻ വളവാണ്, നല്ല പണി ഇത് വളച്ചെടുക്കുക. പ്രത്യേകിച്ച് എന്നെ പോലെ ഈ ലോറി ഓടിക്കുന്നത്. പക്ഷെ ആ എന്നെ ബസ്സൊക്കെ കണ്ടോ, അവർ ഇത്ര ഈസി ആയിട്ട് തിരിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടാണ് എൻ്റെ തല ഇറങ്ങുന്നത്. ഈ വണ്ടിയാണെങ്കിൽ തിരിഞ്ഞു കിട്ടാൻ നല്ല പണിയോ ഇത് കണ്ടോ. അതുകൊണ്ട് നമുക്കത്ര അങ്ങനത്തെ വല്ല വണ്ടിയും കിട്ടുമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ സ്പീഡിൽ എടുത്തുകൊണ്ട് പോയാൽ. അപ്പോൾ ഇത് 1 സെക്കൻഡ് കൊണ്ട് ഇറങ്ങിക്കഴിയും. മിന്നൽ വേഗത്തിൽ പോയിട്ട് വരും. KSRTCയുടെ മറ്റേ മിന്നലില്ല, അതും ഓടിച്ചോണ്ട് പോയി ഞാൻ. ഇതുണ്ട്, ഈ വണ്ടി തിരിച്ചിട്ടാൽ നല്ല പണിയുണ്ട് ഗൈസ്. ഞാൻ വണ്ടി അവിടെ നിർത്തി ഞാൻ കണ്ടിട്ടാണ്. അല്ല ഗൈസ്, ഈ വണ്ടി ഒന്ന് മറിഞ്ഞാണ്, അതായാലും ഇടിച്ച് കത്തിച്ചാണ് അതേ കിടക്കുന്നു. എൻ്റെ ലൈറ്റൊക്കെ ഓണായി കിടക്കുന്നു. ലൈറ്റ് അല്ലല്ലോ, ഇൻഡിക്കേറ്റർ. ഓക്കെ ഇനി നമുക്ക് തട്ടുകട ഉണ്ടായിരുന്നു, ഒരു ചായ കുടിച്ചിട്ട് പോവായിരുന്നു. വൈകുന്നേരം ആയില്ലേ, നമുക്ക് വേറെ വഴി കൊണ്ട് കയറണം. ഇതെന്നാ ഹെയർ പിൻ വളമാണ്, പോകാൻ നേരമില്ല. ഞാനിവിടെ ഇരുന്ന് കളിക്കുന്നു. ഹെയർ പിൻ വളവാണ്, ഒരു ഹെയർ പിൻ വളവ് 5-6 എണ്ണൊക്കെ അടുപ്പിച്ചു തന്നെ. ഇതിലല്ലേ പോണ്ട്, നോക്കട്ടെ. ഇതിൽ തന്നെ വയസ്സ്, പക്ഷെ മാപ്പിൽ ഈ വഴി കാണിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇതിലാണ് പോകേണ്ടത്. അതിനങ്ങനെ നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ ലോങ് ആണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ദൂരം പോണേ. ഇതിലേ പോകുന്നത്. ഓക്കെ നമുക്ക് ഇതിലേ പോവാം. ഓഫ് റോഡാണ് ഫുള്ളും. ചാനലിൽ കണ്ടന്റ് തന്നെ അതാണ് കൊടുത്തേക്കുന്നത്, ട്രക്ക് ഡ്രൈവിംഗ് ഓഫ് റോഡ്.
ചുമ്മാ പറഞ്ഞാണ്, വേറെ കണ്ടന്റ് അടുത്ത് ഇതൊക്കെ വെറുതെയാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, നമ്മൾ നേരെ പാർപ്പിച്ച് വിടുന്നുണ്ട്. എൻ്റെ പിന്നെ ആ കല്ലൊക്കെ അവിടെ തെന്നിയാ വണ്ടി, മഴ ചെയ്തുണ്ടോ അവിടെ തെന്നി പിന്നെന്തോ. എൻ്റെ മോനെ ലിക്കർ എടുത്ത് വെച്ചിട്ട് തോന്നുന്നു എന്താ തോന്നുന്നു സീൻ ലിക്കോണ്ട്. അയ്യാ ഇവിടെ വളമുണ്ട്. ഞാനിനി ഇത് പറഞ്ഞോണ്ട് നിൽക്കുവാണെങ്കിൽ ഇനി ഒരു സെക്കൻഡ് ഇത് പറഞ്ഞ് തീയൊന്നും തോന്നുന്നില്ല. ഓ ഇടിച്ചാ ഇടിച്ച്. നമുക്ക് കെയർഫുള്ളായിട്ട് പോകണം, വളരെ കെയർഫുള്ളാണ്. ഇതുകൊണ്ട് ഏഷ്യറിൻ്റെ വണ്ടിയാണ് നേരെ അത് തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. കാർ ഇത് പിന്നെ ഹോണ്ട സിറ്റിയാണ്, കണ്ടാലേ. ഓക്കെ ഇടിച്ചാ കുരഞ്ഞിട്ട് പോയി. ടയർ പറഞ്ഞ അതുകൊണ്ട് പോയി. ടയർ പറഞ്ഞാൽ പഞ്ചറായാൽ തീർന്നു, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവിടെ തട്ടുകടയൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ ഒതുക്കിയിട്ടൊരു ചായ ഇട്ടിട്ട് പോകാം. അവിടെ ഇല്ല. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങാം. ഇനി നമുക്ക് മറ്റേ പുള്ളിനെ വിളിച്ചോണ്ട് പോയിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പോകാം ഗൈസ്. ഇവിടെ ഇടിച്ച് ഇല്ല ഗൈസ്. നമ്മളപ്പോൾ ചായയൊക്കെ കുടിച്ച് മറ്റേ പുള്ളി വണ്ടി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാം ഗൈസ്. അതിന് മുന്നൊരു കാര്യം കാണിച്ചാൽ, ഈ വണ്ടിക്കാരി ഉണ്ടോ, നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കുന്നു, അവരുടെ വണ്ടി അപ്പുറേ ആ സൈഡിൽ നിർത്തിയിട്ടേക്കുന്നല്ല. അവർക്ക് പോകാനാണ്, പക്ഷെ ഇത്ര അവിടെ കിടന്നിട്ട് അവർക്ക് പോകാൻ പറ്റുന്നില്ലെന്നാണ് പറയണേ. അയ്യാ റിവേഴ്സ് ഗിയറിലെ വണ്ടി ഇടുന്നു ഗൈസ്. ഇനി എടുത്തുകൊണ്ട് പോവോ കണ്ട, ഇതാണ് കുഴപ്പം. ഈ നാട്ടിലുള്ളവർക്ക് പ്രത്യേക കുഴപ്പമാണത്. ആ ഒരെണ്ണം കിട്ടാത്തതിൻ്റെ സൂക്കേടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ച ഈ വീഡിയോ സെക്കൻഡ് പാർട്ടാക്കി ഇടാണ്ടി വരുമെന്ന്, എന്നുവെച്ചാൽ ലോങ് ആണ് പോണത്. അതാണ് ഇപ്പൊ തന്നെ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് കാണും, പക്ഷെ അത് ഇത്ര പെട്ടെന്ന് കഴിയുന്നേ. ഇവിടെ മറിഞ്ഞതിനും വേണ്ടി ആടുന്നുണ്ടോ? ഇല്ല ഇല്ല, സഡൻ ബ്രേക്ക് ഇട്ടതാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് വലിയ വളമാണ് തന്നെ. ഇവിടെ നിന്നിട്ട് വലിയ വളമാണോ തന്നെ, അത് കുഞ്ഞു വളവ് തന്നെയാണോ? കുഞ്ഞു വളവ് മതിയായിരുന്നു. ഞങ്ങൾക്ക് ഈ വണ്ടിക്ക് അതൊക്കെ നടക്കൂ. അല്ല, വലിയ വളവ് മതിയായിരുന്നു. നീ കുഞ്ഞു വളവ് ഇത്തിരി ടാസ്കാ ഈ വണ്ടിയും വെച്ച് പോകാൻ. വേറെ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ഇതുണ്ടോ ആ പോസ്റ്റ് ഇടിക്കാറായിട്ടൊക്കെ പോകണം. ആ വണ്ടി നമ്മളതിൻ്റെ സൈഡിൽ കൂടെ പോയാൽ അവർ വണ്ടി നിർത്തും, മുന്നിൽ കൂടെ പോയാൽ നിർത്തൂല. അത് അവരുടെ പ്രത്യേകത. ഒരു ബസ് തന്നെ ഉണ്ട്. അയ്യോ, അതവിടെ വേറെ വഴിയും കണ്ട് പോണ വണ്ടിയാ, ദേ പോണു. ഓക്കെ, നമുക്ക് ഇതിലേ പോകണം. നമുക്ക് ആ ബസ്സിൻ്റെ റൂട്ട് വഴിയാണ് പോകേണ്ടത്, പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ തിരിയും. എന്നുവെച്ചാൽ അത് പിന്നെ ഇടുക്കി വണ്ടിയാണ്, അപ്പം ആ ഭാഗത്തേക്കാണ് അത് പോണേ. നമ്മൾ കോട്ടയം ഭാഗത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇവർ കുറച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു പോകും. പക്ഷെ നമ്മൾ അവരുടെ റൂട്ട് തന്നെയാണ് പോണേ. പക്ഷെ നമ്മൾ അവരുടെ പുറകെ പോകുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐ മീൻ കുറച്ച് ദൂരം അവരുടെ അടുത്തുകൂടെ പോകും,
ഇല്ല, അവരുടെ പുറകെ പോവും. അത് കഴിയുമ്പോൾ അവർ തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ നേരെ പോവും. അത്രയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ ഇവരുടെ വണ്ടിയൊക്കെ വളയുന്ന കാണാൻ. നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ടൂർ വരാം. നമ്മുടെ ജയഗുരു എടുത്തോണ്ട് വരാം. ജയഗുരു ആ വണ്ടി എടുത്തോണ്ട് ഇവിടെ വരാം. ട്രിപ്പ് അല്ല, നമ്മളെന്തിനാ ട്രിപ്പ് തന്നെ? ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ വേണ്ടി ട്രിപ്പ് വിളിച്ചാലല്ലേ വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കെന്തിനാ ഓട്ടം? അയ്യോ, വയസ്സ് ഈ വണ്ടി അറിയാണ്ട് കയ്യിന്ന് തെന്നിപ്പോയതാന്ന് തോന്നുന്നു. നേരെ അങ്ങ് പോയി. ഭാഗ്യം അങ്ങോട്ട് പോകാത്തെ. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളവിടെ കിടന്നു കൊക്കയില്. എനിക്ക് എന്തോ വായിച്ചിനാ ബ്രേക്ക് കിട്ടി എൻ്റെ. എന്നിട്ടാണ് ഞാൻ കിടന്ന് പറഞ്ഞത്. ഇതുണ്ടോ, അത്രയും താഴ്ച വീണാനുള്ള അവസ്ഥ ആയിരിച്ചെങ്കിൽ എന്താ, അത്രയും താഴ്ച ഉണ്ടായി. അതാ അടുത്തത്. ഇവിടെയാണ് പറഞ്ഞേ. ഈ ഭാഗത്ത് അടുത്ത എത്താറായിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഇവിടെ കയറിയിട്ട് വല്ല കടയുണ്ടോ നോക്കാം. ആ ഗൈസ്, ഇവിടെ ഒരു കടയുണ്ട്, കുഞ്ഞു കട. നമുക്ക് അവിടെ കയറി വല്ല ചായയൊക്കെ കുടിച്ചിട്ട് പോയേക്കാം ഗൈസ്. നമുക്ക് ഇവിടെ നിർത്താം വണ്ടി. കുറച്ച് ചായയും കുടിച്ചിട്ട് പോകാം. താഴെ കൊക്ക ഗൈസ്, താഴെ കൊക്കയാണ്. കൊക്ക ഇടിച്ചാല്ല വീഴുവോ? വണ്ടി നീക്കി കൃത്യ ലെവലിൽ. അല്ല, ചായ അല്ല, വല്ല വടയും വല്ല സാധനമൊക്കെ മേടിച്ചിട്ട് കഴിച്ചിട്ട് പോവാം ഗീസ്. അങ്ങനെ നമ്മളെല്ലാം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അയ്യോ ഗൈസ്, ഞാൻ ഈ വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ടിട്ടാണ് പോയത്. ഇതുണ്ടോ, ഇത്രയും താഴ്ചയുള്ള സ്ഥലത്ത് ഈ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് പോകുന്നു ഞാൻ. എന്റെ കാര്യം ഇതുകൊണ്ട് പറയാനില്ല. അയ്യോ, വണ്ടി വിട്ടു ഗൈസ്. ഇല്ല, നമ്മൾ രക്ഷപ്പെടും. ആ കാറിന്റെ മുകളിലോട്ട് ഇപ്പൊ മറിഞ്ഞു വീണാനും ഗൈസ്. ഓ, നിങ്ങൾ കണ്ടതല്ലേ? അതാ മറ്റേ അവിടെ ആംബുലൻസ് കരയുന്ന പോലെ ഒരു ശബ്ദം ഉണ്ടാക്കിയ. എന്നുവെച്ചാ അത്ര അടുത്തുകൂടെ അതിന്റെ മേളെ ഇടിക്കാറായെന്ന് പറഞ്ഞ് ഊള കണ്ടാൽ തന്നെ എനിക്ക് പേടിയാണ്. അന്ന് വെച്ചാൽ ഇത്ര ലോഡുള്ള വണ്ടിയാണ്, എന്നിട്ട് മറിഞ്ഞില്ല. അതാ ഭാഗ്യം. ചേട്ടാ, എനിക്ക് ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഇതിനാണ് റോട്ടിൽ വാഴയൊക്കെ നട്ടിച്ചിരിക്കുന്നത്. ആരാണ് നടു റോട്ടിൽ വാഴ കൊണ്ടുപോയി വെച്ചേക്കുന്നത്? ആരാണത്? ഓ, ആ ലോറിനൊക്കെ ഇടിച്ച് കളയൊന്നുമില്ല, ഇടിച്ചേനെ. അവിടെ വളഞ്ഞി. മറ്റേ ഈ സംഭവം ഇല്ലേ, ഡിവൈഡർ, അത് ഇടിച്ച് ഞാൻ തകർത്തിട്ട് അവിടെ വളഞ്ഞി കുറച്ച്. അതാണ് ഞാൻ പറഞ്ഞേ, അല്ലാണ്ട് വേറെ വളഞ്ഞൊന്നല്ല പറഞ്ഞേ. ഞാൻ എൻ്റെ വണ്ടിയുടെ വില ഇടിച്ചിട്ട് വളഞ്ഞതെന്നല്ല പറഞ്ഞേ. അത്ര എന്നെ ഉദ്ദേശിച്ചു. ആ പൊളി ഞാൻ ഇടിച്ചിട്ട് നമ്മുടെ ഈ വണ്ടിയുടെ സൈഡിൽ പാടായി. നന്നായിട്ട് ചളിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ലാഗടിക്കുന്നത്. ബ്രേക്ക് ഉണ്ട് എൻ്റെ. ഓ, സിഗ്നൽ ലൈറ്റ് ഞാൻ കണ്ടില്ല. അയ്യോ, ഞാൻ എങ്ങോട്ടാണ് പോണേ? ഇവിടെ അല്ലല്ലോ. തിരിച്ച് നമുക്ക് ഇവിടെയാ വണ്ടി അടക്കണ്ടത്. പക്ഷെ ഞാൻ അതും കഴിഞ്ഞ് പോയി. ലോഡറെ കണ്ടത് ഇവിടെയാണ്, ഈ ഭാഗത്ത്. ഞാൻ എന്നിട്ടാണ് അപ്പുറത്ത് പോയത്. രാത്രിയായി. ഇനിയിപ്പോ എന്നാ ഞാൻ രാത്രിയായി. വെറുതെ ഞാൻ രാത്രിയാവൂലെന്നൊക്കെ പറഞ്ഞു പോയത്. ഓക്കെ, ഇവിടെ നിർത്താം. അപ്പൊ
ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറക്കല്ലേ. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ നിൽക്കും വരെ ഓക്കെ, ബൈ.